ഹായ് ഹായ് ഹായ്. ഇന്ന് മാഷ് എന്തിനാ എത്തിയിട്ടുള്ളതെന്ന് അറിയോ? നമ്മളിത് ഇന്ന് മാസങ്ങൾ എന്താന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആഴ്ചകൾ അല്ലെ വീക്സ് പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മാസങ്ങൾ എന്താന്ന് പഠിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കാനും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും 1ാം ക്ലാസ്സിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ അയച്ചു കൊടുക്കാൻ ആരും വിട്ടുപോകരുത്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വന്നിട്ട് എല്ലാവരും വീഡിയോ തുടർന്ന് കാണാം കേട്ടോ. നമുക്ക് എന്തായാലും മാസങ്ങളെ കുറിച്ച് പഠിക്കാം. ദിവസങ്ങള് അല്ലെങ്കിൽ 31 ദിവസങ്ങൾ ഇതൊക്കെയുള്ള കൂട്ടത്തെയാണ് നമ്മൾ മാസങ്ങൾ മന്ത്സ് എന്ന് വിളിക്കുക. മാസങ്ങൾക്കൊക്കെ പേരുകളുണ്ട്. നിങ്ങൾക്കറിയോ? നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പം അറിയുന്നവരൊക്കെ മാഷ കൂടെ പറയാം കേട്ടോ. മാസങ്ങളെ പേരുകളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഏറ്റവും ആദ്യത്തെ മാസം ജനുവരി. നമ്മുടെ ജനുവരി മാസത്തില് 31 ദിവസമുള്ളത്. മാഷ് പറഞ്ഞു 31 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ഇതിന്റെ കൂട്ടത്തെയാണ് നമ്മൾ മാസങ്ങൾ എന്ന് വിളിക്കുക അല്ലേ. അടുത്ത മാസം ഏതാ? ഫെബ്രുവരി മാസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും 31 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ആണെങ്കിൽ നമ്മൾ ഫെബ്രുവരി മാസത്തിൽ 28 ദിവസം അല്ലെങ്കിൽ 29 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയുള്ള മാസമാണ് നമ്മുടെ ഫെബ്രുവരി. ഇനി ബാക്കിയുള്ള മാസങ്ങളുടെ പേര് നമുക്ക് പറഞ്ഞു നോക്കിയാൽ ഓർഡറിൽ ഏറ്റവും ആദ്യം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇങ്ങനെ 12 മാസങ്ങളാണുള്ളത്. 12 മാസങ്ങളുടെ പേരുകൾ നിങ്ങൾ കേട്ടോ? ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇങ്ങനെ 12 മാസങ്ങളാണുള്ളത്. അപ്പോൾ എല്ലാ മാസത്തിലും 31 അല്ലെങ്കിൽ 30 ദിവസങ്ങളായിരിക്കും. ഫെബ്രുവരി മാസത്തിന് പ്രത്യേകത മറക്കണ്ട. ഫെബ്രുവരി മാസത്തിൽ മാത്രം 28 അല്ലെങ്കിൽ 29 ദിവസങ്ങളായിരിക്കും അല്ലേ. മാസങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ 2ാം ക്ലാസ്സിലോട്ട് ചെല്ലാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ലൈവിലൊക്കെ പഠിക്കുക. അപ്പോൾ എക്സാമിന് തലേന്നും മുമ്പൊക്കെ ആയിട്ട് വൈകുന്നേരം 7 മണിക്ക് നിങ്ങൾക്ക് ചാനൽ ലൈവ് ഉണ്ടാവാറുണ്ട്. ആരും ലൈവ് മിസ്സാക്കാതിരിക്കുക കേട്ടോ. നമുക്ക് ലൈവിലൊക്കെ ആയിട്ട് കാണാം. ലൈവിലോട്ട് വരിക. നമുക്ക് എക്സാമിന് വരുന്ന കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് പഠിക്കുക. എക്സാമിന് നല്ല മാർക്ക് നേടാം. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.